നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ചോറ്റാനിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ തട്ടിപ്പിന് കളമൊരുങ്ങുന്നു എന്ന വാർത്ത കഴിഞ്ഞ 2021 ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ 3 ദിവസങ്ങളിലായി സംപ്രേഷണം ചെയ്യും എന്നാണ് അറിയിച്ചിരുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗം, അതായത് ഫെബ്രുവരി 3-ാം തീയതി ഞങ്ങൾ സംപ്രേഷണം ചെയ്ത വാർത്തയുടെ പുനഃസംപ്രേഷണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ വിവരങ്ങൾ അന്ന് പറഞ്ഞിരുന്നതും. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ ഒരു തട്ടിപ്പിന്, ശബരിമല മോഡൽ തട്ടിപ്പിന് കളമൊരുക്കുകയായിരുന്നു എന്ന് തന്നെയാണ്. ഏതായാലും അന്ന് ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ വാർത്താ ചാനലുകളുടെയും ഒക്കെ, പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകളുടെ പ്രവർത്തന ഫലമായി അല്ലെങ്കിൽ അവരുടെ ഫലപ്രദമായ ഇടപെടൽ മൂലം അതിൽ തടുക്കാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സ്ട്രോങ് ആയി തന്നെ വിവരങ്ങൾ ശേഖരിച്ച് മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തെ ഒരു വലിയ തട്ടിപ്പിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ആ വാർത്ത വീണ്ടും കാണാം. ചോറ്റാനിക്കര ക്ഷേത്രത്തിന് വേണ്ടി 526 കോടി രൂപയുടെ വൻ വികസന പദ്ധതി പ്രഖ്യാപിച്ചിരുന്ന ബാംഗ്ലൂരിലെ വ്യവസായി ഗണേഷ് രാവൺ എന്നയാൾ വൻ തട്ടിപ്പിനാണ് കളമൊരുക്കുന്നതെന്ന് ഭാരത് ലൈവ് നേരത്തെ വാർത്ത ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായി നമുക്ക് ലഭിച്ച വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് പുറത്തുവിടാനുള്ളത്. ചോറ്റാനിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 526 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഗണേഷ് രാവൺ പ്രഖ്യാപിച്ചിരുന്നത്. ഈ പദ്ധതികൾ താൻ തന്നെ പൂർത്തിയാക്കി ദേവസ്വം ബോർഡിന് കൈമാറുമെന്നായിരുന്നു ആദ്യ ഗണേഷ് രാവൺ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പദ്ധതിക്ക് വേണ്ടി അങ്ങനെ ക്ഷേത്രം വിട്ടു നൽകാനാവില്ലെന്നും അതുപോലെ തന്നെ അത് കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിച്ച ശേഷം മാത്രമേ ചെയ്യാവൂ എന്ന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കോടതിയെ സമീപിച്ച് അനുമതി നേടിയെടുക്കണമെന്ന ആവശ്യമായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചത്, ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കണമെന്ന ആവശ്യമുയർന്നിരുന്നെങ്കിലും ഗണേഷ് രാവൺ ഇതുവരെ കോടതിയെ സമീപിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആദ്യം 236 കോടി രൂപയുടെ വികസന പദ്ധതികളും രണ്ടാം ഘട്ടത്തിൽ ബാക്കി വികസന പദ്ധതികളും നടത്താമെന്നായിരുന്നു ഗണേഷ് രാവൺ നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ ഇവയൊക്കെ വെറും തട്ടിപ്പിനാണ് ഗണേഷ് രാവൺ കളമൊരുക്കുന്നത്. ഗണേഷ് രാവൺ അതിന് പറ്റിയ ആസ്തിവകകളില്ല എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഗണേഷ് രാവൺ അതിന് പറ്റിയ ആസ്തിയുള്ള ഒരാളല്ല എന്നാണ് ഭാരത് ലൈവിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം, നമ്മൾ അന്ന് സംശയിച്ചതുപോലെ തന്നെ നമുക്ക് അന്ന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ പറഞ്ഞിരുന്നു വൻ തട്ടിപ്പിന് കളമൊരുക്കുന്നുണ്ട് എന്ന രീതിയിൽ. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു എന്ന പേരിൽ ഒരു ചെയർമാൻ, അതിന്റെ ചെയർമാൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ഗണേഷ് രാവൺ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗണേഷ് രാവൺ അടിച്ച ഒരു വിസിറ്റിംഗ് കാർഡിലും ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്ര ട്രസ്റ്റിന്റെ ചെയർമാൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു ട്രസ്റ്റ് ഇതുവരെ രജിസ്റ്റർ ചെയ്തതായി നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല. അതിന്റെ രജിസ്റ്റർ നമ്പറും ഈ വിസിറ്റിംഗ് കാർഡിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ബ്രാക്കറ്റിൽ R എന്ന് മാത്രം എഴുതിക്കൊണ്ട് ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ എന്ന അവകാശവാദമാണ് ഇപ്പോൾ ഗണേഷ് രാവൺ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഗണേഷ് രാവൺ കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്ഷേത്രത്തിൽ ഒരു VIP പരിഗണന ലഭിക്കുന്നുണ്ട്. ഈ പദ്ധതി പ്രഖ്യാപനം നടത്തിയത് മുതൽ ഗണേഷ് രാവണ് ക്ഷേത്രത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള VIP പരിഗണന ലഭിക്കുന്നുണ്ട്. അവിടെ എത്തിയാൽ എല്ലാ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതോടൊപ്പം ഗണേഷ് രാവൺ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ മറ്റാർക്കും പ്രവേശനം ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് അവിടെ എത്തിച്ചേർന്ന് ഗണേഷ് രാവൺ എപ്പോഴും വരുമ്പോൾ വിദേശത്തു നിന്നും നിരവധി തീർത്ഥാടകരെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ തീർത്ഥാടകരെ അവിടെ കൊണ്ടുവന്ന് താൻ ആ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിൽ ചെയർമാനാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പണപ്പിരിവ് നടത്തുന്നു എന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അവിടുത്തെ ചില ചടങ്ങുകൾ സ്വാമിയാണ് എന്ന പരിവേഷം ഉപയോഗിച്ചുകൊണ്ട് തന്നെ, നേരത്തെ ബ്രാഹ്മണാണെന്ന അവകാശവാദവും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. ഈ പരിവേഷം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ ക്ഷേത്രത്തിലെ പല ചടങ്ങുകളിലും പൂജാതി കർമ്മങ്ങളിലും ഒക്കെ കയറി ഇടപെടുന്ന ഒരു പതിവ് ഇപ്പൊ ഗണേഷ് രാവണുണ്ട്. ഈ കീഴ്ക്കാവിൽ ആണി അടിക്കുന്നതടക്കമുള്ള, ക്ഷേത്രത്തിൽ ആണി തറയ്ക്കുന്നതടക്കമുള്ള പല ചടങ്ങുകളും പൂർത്തിയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തട്ടിപ്പ്, അത് വിദേശത്തു നിന്നൊക്കെയുള്ള വ്യവസായികളെ അടക്കമുള്ളവരെ അവിടേക്ക് കൊണ്ടുവരികയും അവരിൽ നിന്ന് ഈ ക്ഷേത്രത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുകയും ചെയ്യുന്ന എന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിനെ ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡിലും മറ്റുമുള്ളത്. ഈ വിസിറ്റിംഗ് കാർഡിൽ ഒരു തരത്തിലും അദ്ദേഹത്തിന് എങ്ങനെയാണ് ക്ഷേത്ര ട്രസ്റ്റിന്റെ ചെയർമാൻ എന്ന് അവകാശപ്പെടാൻ കഴിയുക എന്നറിയില്ല. കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനം പൂർണ്ണമായും പരാജയമാണെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ ഒരു ആസ്തി അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു നിക്ഷേപം നടത്താം, ഈ ക്ഷേത്രത്തിന് വേണ്ടി നടത്താമെന്ന് പറഞ്ഞ ഒരാൾ വരുമ്പോൾ ഇയാൾ ആരാണെന്ന് അന്വേഷിക്കാനുള്ള ഒരു ബാധ്യത സർക്കാരിനുണ്ട്. പക്ഷെ സർക്കാർ ഈ നിമിഷം വരെയും അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്ന
സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിനും ദേവസ്വം ബോർഡിനും ലഭിച്ചതായി കൃത്യമായ വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഇതിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ടോ എന്നറിയില്ല. എല്ലാ അമാവാസിക്കും പൗർണമിക്കും ഗണശ്രാവൺ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ഗണശ്രാവൺ ക്ഷേത്രത്തിൽ വന്നിരുന്നു. ഏതാണ്ട് സമീപത്തുള്ള ഹോട്ടലിൽ 9ഓളം മുറി ബുക്ക് ചെയ്തിരുന്നു. അവിടേക്ക് നിരവധി തീർത്ഥാടകരുമായാണ് കഴിഞ്ഞ ദിവസവും എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന് VIP പരിഗണന ലഭിക്കുന്നുണ്ടെന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചത്. ക്ഷേത്ര നടത്തിപ്പുകാർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു അറിവും ലഭിച്ചിട്ടില്ല. ക്ഷേത്രത്തിൽ വലിയ പരിഗണന ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിരവധി ഭക്തരെ അവിടേക്ക് കൊണ്ടുവന്ന് ഭക്തരെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്ക് ഗണശ്രാവൺ മാറുന്നു എന്ന സൂചനയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്.